ഈ പറയുന്ന ഭീഷണികൾക്കൊക്കെ അല്ലല്ല ഈ പറയുന്ന ഭീഷണികൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകൾക്ക് ഇതിനെല്ലാം വഴങ്ങിയിരിക്കുകയാണല്ലോ എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ ഖാദർ കരിപ്പൊടി ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ പ്രമേയപരമായ കാര്യങ്ങൾക്ക് തന്നെ കോട്ടം സംഭവിക്കുന്ന ഒന്നായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ഭീഷണിക്ക് വഴങ്ങുകയല്ലേ ചെയ്യുന്നത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ? ഇത് ഭീഷണിയല്ല, ഇതൊക്കെ നിർമ്മാതാക്കൾക്ക് തോന്നിയിട്ടുള്ള അവര് ചെയ്തിട്ടുള്ള മാറ്റങ്ങളാണെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിച്ച് അവരെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് ഫാക്ട്. കാരണം ഭയപ്പെടുത്താൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായേക്കാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. ഭയപ്പെടുത്തുകയാണ്. നോക്കൂ, ഇപ്പൊ കേരള സ്റ്റോറിയിലെ കഥ തന്നെ പറഞ്ഞു. അതിൽ 32,000 കുട്ടികളെ കൺവേർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ബുൾഷിറ്റ്, എന്താ പറയുന്ന പച്ച നുണ. ഒരു ക്രെഡിബിളും ഇല്ലാത്ത, ഒരു രേഖയും ഇല്ലാത്ത 32,000 പെൺകുട്ടികളെ മതം മാറ്റി ഈ കേരളത്തിൽ നിന്ന് ISIS പുറത്തേക്കും കൊണ്ടുപോയി എന്ന് പറഞ്ഞ വ്യാജ നുണ ഇവിടെ പ്രചരിപ്പിച്ച സമയത്ത് അതിനെ പിന്തുണച്ച് പോസ്റ്റിട്ട ആളുകളാണ് ഈ സംഘത്തിന്റെയും BJPയുടെയും ഒക്കെ നേതാക്കന്മാർ. അതിനു വേണ്ടിയിട്ട് തിയേറ്റർ ഒരുക്കാൻ വേണ്ടിയിട്ട് മുറവിളി നടത്തിയ ആളുകളാണ് ഇപ്പൊ വന്നിട്ട് പറയുന്നത് എമ്പുരാനിൽ ഞങ്ങളെ അങ്ങ് വിമർശിച്ചു എന്നുള്ളത്. ഗോദ്രയിലെ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിന് സെൻട്രൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പിന്നീട് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും തമ്മിൽ രാവും പകലും വ്യത്യാസമുണ്ട്. അത് പിന്നീട് ഹൈക്കോടതിയിൽ നിന്നിൽ അത് തള്ളിപ്പോവുകയും ചെയ്തു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഗോദ്ര ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് കേസ് നടന്നു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന ക്രൂരനായ, ഇന്ത്യ കണ്ട ഇത്രയും നീചനായ ഒരു മനുഷ്യന്റെ യഥാർത്ഥ മുഖം ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് മാറ്റുകയാണ് ഞാൻ പറഞ്ഞ അത് മാറ്റുന്നതോടുകൂടി എമ്പുരാൻ ടീമിന്റെ എല്ലാ സംഭവവും മാറി എന്നുള്ളതാണ്. എന്തിനാ മാറ്റുന്നേ? ഇത് സെൻസർ ചെയ്തിട്ട് ഇറങ്ങിയ സിനിമയല്ലേ? ഇവര് പറയുന്നു സെൻസർ ബോർഡ് അത് തീരുമാനിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന്. സെൻസർ ബോർഡ് തീരുമാനിച്ചല്ല ഇപ്പോൾ മാറ്റാൻ തീരുമാനിച്ച സെൻസർ ബോർഡ് അല്ല ഇപ്പോൾ. ഇത് ഈ അല്ല ഇപ്പോഴല്ല ഞാൻ പറയുന്നത്. നേരത്തെ സെൻസർ ബോർഡ് ഇത് കണ്ടതല്ലേ, അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞത് ആരാ? BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാ. അപ്പൊ അവർക്ക് കണ്ടപ്പോ ഇതിന് പ്രശ്നമില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ വിചാരിച്ചിട്ടുണ്ടാവുക ബാബു ബജ്രംഗി അന്ന് വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞല്ലേ, നരേന്ദ്രഭായ് എന്നൊക്കെയുള്ള പരാമർശം ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ, കണ്ടതല്ലേ? മഞ്ജുഷ കണ്ടിട്ടില്ലേ? അത് തേൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ കണ്ടിട്ടില്ലേ? അതൊക്കെ വന്നതാണ്. പക്ഷെ ഈ ബജ്രംഗി എന്നുള്ള പേര് ഇല്ല ഇനി സിനിമയിൽ ഇല്ല ശ്രീ ഖാദർ. അതെ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിച്ച് ചെയ്യാൻ ഇവരുടെ പണി എന്താ? ഇവർ ഇത്രയും കാലം ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താ? ആളുകളെ ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി, അടിമപ്പെടുത്തുക എന്നുള്ള പ്രത്യയശാസ്ത്രം കൃത്യമായി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്കാര് ഇതല്ല ഇതിനപ്പുറം ചെയ്യും.